ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതവും അതുപോലെ പിങ്കിയും നന്ദയും ശരിക്കും പറഞ്ഞ് ഇന്ത്യവരത്തിൽ കിടന്ന് ഇങ്ങനെ വട്ടക്കൊട്ടയിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പിങ്കി. ഗൗതത്തിന് അങ്ങോട്ടും തിരിയാൻ പാടില്ല, ഇങ്ങോട്ടും തിരിയാൻ പാടില്ല. പിങ്കി ഒരു പരിധി കൂടുതൽ ഗൗതത്തിനോട് അവകാശം അല്ലെങ്കിൽ ആ ഒരു അടുപ്പം കാണിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദ അതെല്ലാം മാറ്റിക്കൊണ്ട് നന്ദയുടേതായ അധികാരങ്ങളും അവകാശങ്ങളും അവിടെ എടുക്കുന്നു. പിങ്കി ശരിക്കും ഇപ്പോൾ ഒരു ചെറിയൊരു പുഴു എന്നുള്ള രീതിയിലായി മാറി അങ്ങോട്ടേക്ക് മാറി നിൽക്കുക. അങ്ങനെ പിങ്കിക്ക് ഒരു അവസരം പോലും നന്ദ ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്നില്ല. അതിനു മേലെ കയറി തൻ്റെതായ ആ ഒരു വ്യക്തിത്വം അവിടെ എല്ലാവരുടെയും മുന്നിൽ കാണിക്കുകയാണ് നമ്മുടെ നന്ദ. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നന്ദ ഇങ്ങനെ ഇരുന്ന് പഠിച്ച് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നത്. അതായത് പിങ്കിയായിട്ടുള്ള വഴക്കും കഴിഞ്ഞ് ഇങ്ങ് വന്നതേ ഉള്ളൂ. ആ സമയം നന്ദയ്ക്ക് ഭയങ്കര തലവേദന എടുത്തിട്ട് നന്ദ അത് നമ്മുടെ ഗൗതത്തിനോട് പറഞ്ഞു. ഗൗതം അന്നേരം എന്താ ഇനിയിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പം അച്ഛൻ തൻ്റെ തലയിലെ ഞരമ്പിൽ ഇങ്ങനെ അമർത്തി ഇത് ഞെക്കി തരും. ആ സമയത്താണ് തൻ്റെ തലവേദന മാറുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ താനും അച്ഛൻ ചെയ്തു തരുന്ന പോലെ തന്നെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നന്ദ സമ്മതിച്ചില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചോളാവുന്ന നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം നന്ദയുടെ നെറ്റിയിൽ ഇങ്ങനെ അമർത്തി മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് തൻ്റെ അച്ഛൻ തൻ്റെ അരികിലുള്ളതുപോലൊരു ഫീല് നമ്മുടെ നന്ദയ്ക്ക് തോന്നുന്നു. മാത്രമല്ല അദ്ദേഹത്തിനോടൊരു ബഹുമാനം, സ്നേഹം, കരുതൽ ഇതൊക്കെ നന്ദയ്ക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ നമ്മുടെ ഗൗതം തലയിൽ ഇങ്ങനെ അമർത്തി മസാജ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്ക് കുറച്ചൊരാശ്വാസം കിട്ടി. അപ്പോൾ കുറച്ചൊരാശ്വാസം കിട്ടിയെന്ന് പറഞ്ഞു നന്ദ ഗൗതത്തിനോട്. അപ്പോൾ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ നന്ദ കിടക്കുന്നു. അപ്പോഴേക്കും ഗൗതവും കിടന്നു. അത് കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ഗൗതത്തിൻ്റെ കൈ ഇങ്ങനെ എടുത്ത് തൻ്റെ തലയുടെ ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് ഇങ്ങനെ ആ ഒരു കരുതലൊക്കെ അനുഭവിച്ചാട്ടോ നമ്മുടെ നന്ദ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. അങ്ങനെ നന്ദ നല്ല ഉറക്കത്തിലായി. ഗൗതം അന്നേരം നന്ദയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ കിടക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു രാത്രിയിൽ ഇങ്ങനെ കുറച്ചുകൂടി സിങ്കായി എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് റൂമിലാണെങ്കിലോ പിങ്കി ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ. ഈ ഒരു കാഴ്ച കണ്ടതോടുകൂടി പിങ്കിക്കാണെങ്കിൽ തീരെ വയ്യാതെയായി. കാരണം പിങ്കിയുടെ മനസ്സും മുഴുവനും ഗൗതവും അല്ലെങ്കിൽ നന്ദയും തമ്മിൽ ഇനി മറ്റെന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയിൽ ഇങ്ങനെ ആ ഒരു പേടിയും വെപ്രാളവും ഒക്കെ കയറി പനി പോലും പിടിച്ചു പോയൊരവസ്ഥയിൽ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് എഴുന്നേക്കാൻ പോലും വയ്യാത്തതുപോലത്തെ ഒരു അവശതയും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അവശതപ്പെട്ടിരിക്കുന്ന പിങ്കി റൂമിൽ നിന്ന് വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ പിങ്കിയെ അന്വേഷിച്ച് നടന്നപ്പോഴും പിങ്കിയെ കാണുന്നില്ല. പിങ്കി ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമല്ലേ. പിന്നെ ഇവർ റൂമിൽ തപ്പി ചെന്ന് കഴിഞ്ഞപ്പം പിങ്കി അവിടെ ബെഡിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ പിങ്കിക്ക് തീരെ അവശത. അയ്യോ മോളെന്താ ഇതുവരെയായിട്ട് എഴുന്നേൽക്കാത്ത, എന്ത് പറ്റിയെന്നും ചോദിച്ചുകൊണ്ട് എല്ലാവരും ഓടി ചെല്ലുന്നു. അതായത് വല്യമ്മയൊക്കെ. അങ്ങനെ അരുന്ധതിയൊക്കെ ഓടിച്ചെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും തീരെ വയ്യ. അയ്യോ മോൾക്ക് സുഖമില്ലല്ലോ എന്നും പറഞ്ഞു. പിന്നെ അരുന്ധതി അതുപോലെ മോഹിനി ഇവരെല്ലാവരും കൂടെ താങ്ങി പിടിച്ച് പിങ്കി ഇങ്ങനെ കൊണ്ടുവരുന്നു. കാരണം പിങ്കിക്ക് തീരെ വയ്യാത്തൊരവസ്ഥ. അങ്ങനെ താങ്ങി പിടിച്ച് പിങ്കിയെ കൊണ്ടുവരുമ്പോഴേക്കും ഗൗതം ഇത് കണ്ടു. ഗൗതം ചോദിച്ചു, എന്തു പറ്റി പിങ്കിക്ക്, എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പിങ്കിക്ക് തീരെ സുഖമില്ല, പനിയാണെന്നാണ് തോന്നുന്നത്, അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞുകൊണ്ട് ഗൗതത്തെ ഈ അരുന്ധതി ഏൽപ്പിക്കുക. ആരാ പൊന്നുമോള്. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ആവട്ടെ, അതുവഴി നന്ദക്കെട്ട് പണി കൊടുക്കാമെന്നാണ് വല്യമ്മ എന്ന സ്ഥാനത്ത് നിന്ന് പുള്ളിക്കാരി ചിന്തിക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യം ഇങ്ങനെ ഇവർ തീരുമാനിക്കുമ്പോൾ ഗൗതം പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു പറ്റുകയില്ല, അങ്ങനെ പിങ്കിക്ക് തന്നെ വയ്യാതെ ഗൗതം സാറിൻ്റെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, കൂടെ ഒരു സ്ത്രീ ആരെങ്കിലും വേണം, ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചിരിച്ചോണ്ട് നിന്ന് നമ്മുടെ പിങ്കിയുടെ മുഖം അങ്ങോട്ട് വാടി. കാരണം അതും വർക്കൗട്ടായില്ല, അതും ചീറ്റിപ്പോയി. അങ്ങനെ പിങ്കി വിഷമിച്ച് നിൽക്കുമ്പോൾ നീ എന്തിനാണ് ഇവരുടെ കൂടെ പോകുന്നത്, ഇവർ രണ്ടുപേരും കൂടെ പോയി ഡോക്ടറെ കണ്ടിട്ട് വന്നോളൂ, അതിന് നിൻ്റെ ഒത്താശയൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ നിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിങ്കിയും പറഞ്ഞു വേണ്ട, നന്ദയ്ക്ക് ബുദ്ധിമുട്ടാകും, നന്ദ വരണ്ടാന്ന്. അപ്പോൾ ആർക്കും ഒരു കേടില്ലാത്ത രീതിയിലാണ് പിങ്കി പറഞ്ഞത്. പക്ഷേ നന്ദയ്ക്ക് ഇവരുടെ ഈ സ്വഭാവമൊക്കെ അറിയാമല്ലോ. നന്ദ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, ഒരു പെണ്ണിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മറ്റൊരു പെണ്ണ് കൂടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാ അല്ല സാർ. പിന്നെ പിങ്കിയുടെ എല്ലാ കാര്യങ്ങളിലൊന്നും സാറിന് തലയിടാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് ഞാൻ കൂടെ പോകും എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നന്ദ അത് പറഞ്ഞപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു നന്ദമോള് പറഞ്ഞതാ ശരി, നന്ദമോളും പോട്ടെ എന്നും പറഞ്ഞു. അത് ലക്ഷ്മിക്കും അറിയാൻ കാര്യങ്ങളേ. അപ്പോൾ അത് കാരണം നന്ദയുടെ പോക്ക് ഫിക്സാക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഇങ്ങനെ മാറി അങ്ങ് നിൽക്കുക. ഇനിയിപ്പോൾ ആശുപത്രി പോയില്ലെങ്കിലും പിങ്കിക്ക് കുഴപ്പമൊന്നുമില്ല, നന്ദ കൂടെ വരുന്നത് കൊണ്ട്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം സാർ നമുക്ക് ഇറങ്ങാമെന്നും പറഞ്ഞ് നമ്മുടെ നന്ദ പറഞ്ഞു. നന്ദ എന്നിട്ട് റൂമിലേക്ക് ഡ്രസ്സ് മാറാനാണെന്ന് പറഞ്ഞുള്ള രീതിയിൽ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കി വലിയതായിട്ട് ഗൗതത്തിനോട് സംസാരിക്കാൻ വന്നു. അപ്പോഴേക്കും പറന്നു വന്നു നമ്മുടെ നന്ദ എന്നിട്ട് സാർ എന്ത് നോക്കി നിൽക്കുക, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിക്കുമ്പോൾ
ഒന്നും മിണ്ടാതെ എൻ്റെ അടുത്തു നിന്ന് പോകാവോ എന്നും ചോദിച്ചുകൊണ്ട് നന്ദയോട് ദേഷ്യപ്പെട്ടു ഗൗതം. ഇതന്നേരം അപ്പുറം മാറി നിന്ന് പിങ്കി കാണുക. പിങ്കിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഒന്ന് ആശ്വാസമായി. കാരണം ഗൗതം നന്ദയെ വഴക്ക് പറഞ്ഞല്ലോ. അതുകൊണ്ട് സാർ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്നല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ സാർ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എന്നോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പിങ്കി, നിനക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നീ റെഡിയായി വേഗം വരാൻ നോക്കാൻ പറഞ്ഞ് നന്ദ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ മാറി നിൽക്കുക. എന്താ നിന്റെ പനിയൊക്കെ കള്ളപ്പനിയാണോ? നീ വരാതിരിക്കാനുള്ള ശ്രമമാണോ നോക്കുന്നതെന്ന് ചോദിച്ചു. അതിന് ഗൗതം ഒന്നും കഴിച്ചില്ലല്ലോ. സാറ് കഴിച്ചില്ലെങ്കിൽ സാറിന് വേണ്ടത് ഞാൻ കൊടുക്കും, വാ കഴിക്കാനിരിക്കാമെന്നും പറഞ്ഞുകൊണ്ടത് അങ്ങനെ ഗൗതത്തെ വിളിച്ചു. ഗൗതത്തെ വിളിച്ചപ്പോഴേക്കും ഗൗതം കഴിക്കാനായിട്ട് പോയിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പിങ്കി ഒന്നും ചെയ്യാതെ ഓടി വന്ന് ഗൗതത്തിന് വിളമ്പി കൊടുക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഗൗതത്തിൻ്റെ പ്ലേറ്റിലേക്ക് ഈ ഫുഡ് എടുത്ത് നമ്മുടെ പിങ്കി വെച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും നന്ദ വന്ന് കൈക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു, നിന്നോട് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാകാനല്ലേ പറഞ്ഞത്? ആ സമയത്ത് ഓടി വന്ന് ഇപ്പോൾ സാറിന് സെർവ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഗൗതം ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ കൊടുക്കാൻ ശ്രമിച്ചാണെന്ന് പറഞ്ഞപ്പോൾ, സാറിന് എന്തെങ്കിലും കൊടുക്കാനെങ്കിലേ സാറിൻ്റെ ഭാര്യയായ ഞാനിവിടെയുണ്ട്, ഞാനത് കൊടുത്തോളാം. അതിനപ്പുറം പിങ്കിയുടെ ഒരുപാട് ഔദാര്യമൊന്നും സാറിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഗൗതം ഇതൊക്കെ കണ്ടിങ്ങനെ അമ്പരപ്പോട് കൂടി ഇരിക്കുക. ഗൗതത്തിനാണെങ്കിൽ വലിയ പോലീസ് ഓഫീസറൊക്കെ ആണെങ്കിലും വേണ്ടാത്തത് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യമൊന്നുമില്ല. എന്തായാലും ഗൗതത്തിനെ രക്ഷിച്ചെടുക്കേണ്ടത് ഇപ്പോൾ പിങ്കിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടത് ഇപ്പോൾ നന്ദയുടെ ആവശ്യമായി മാറിയിരിക്കുക. അങ്ങനെ നന്ദ എല്ലായിടത്തും ഓടി നടന്ന് ആ ഒരു രക്ഷാ കവചമായി തന്നെ നിൽക്കുന്നു. അല്ലെങ്കിൽ പിങ്കി ശരിക്കും ഗൗതത്തിനെയും കൊണ്ട് പോകും. ആ കുടുംബത്തിൽ ലക്ഷ്മി അമ്മയ്ക്ക് അത് ഒരുപാട് സങ്കടമാകും. അതറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ നന്ദ ഇതിനകത്തെല്ലാം കയറി ഇടപെടുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ നമ്മുടെ ഗൗതം പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ എന്നും ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പോൾ, സാറ് വീണ്ടും എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? സാറിൻ്റെ ഭാര്യയായ ഞാനിവിടെ നിൽക്കുമ്പോൾ എന്തിന് സാറിൻ്റെ അനിയൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും സാറ് ഭക്ഷണം മേടിച്ച് കഴിക്കണം? അല്ലെങ്കിൽ പിന്നെ എനിക്ക് സാറിന് തരാൻ കഴിയാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണം. ഇതിപ്പോൾ സാറിൻ്റെ ആയിരിക്കും ഞാൻ നിൽപ്പില്ലേ? പിന്നെ എന്തിനാ പിങ്കിയിൽ ഇതിന് ഇത്രമാത്രം ഇൻട്രസ്റ്റ് കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം, എന്നെ കണ്ടപ്പോൾ പിങ്കി അങ്ങ് എടുത്ത് തന്നതല്ലേ എന്ന് ചോദിച്ചു ഗൗതവും. അങ്ങനെ എടുത്ത് തരേണ്ട കാര്യമില്ലല്ലോ. എത്ര പ്രാവശ്യം അർജുൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്, പിങ്കി ഫുഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. നേരെ ചൊവ്വനെ അർജുനോടൊന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഒരു രാത്രിക്കപ്പുറം പിങ്കിയുടെ അരികിലൊന്ന് നിൽക്കാൻ പിങ്കി അനുവദിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള പിങ്കിക്ക് സാറിൻ്റെ കാര്യം നോക്കാൻ ഒരു അവകാശവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അങ്ങ് 4 ഡയലോഗ് അങ്ങ് അടിച്ചപ്പോഴത്തേക്കും പിങ്കി നാണം കെട്ട് അങ്ങ് പോയി. പിങ്കി അങ്ങനെ നാണം കെട്ട് അവിടെ പോയി അങ്ങനെ ഇരിക്കുകയാണ് റൂമിൽ. ഈ സമയത്ത് നമ്മുടെ നന്ദ ഗൗതത്തിന് ഭക്ഷണം വിളമ്പി കൊടുത്തു. ഗൗതം കഴിക്കാൻ മടിച്ചപ്പോഴേക്കും, കഴിക്കാനാ പറഞ്ഞത്, കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. അങ്ങനെ നന്ദയെ പേടിച്ച് ഗൗതം ഫുഡ് ഫുള്ളായിട്ട് കഴിച്ചു. അങ്ങനെ ഫുഡും കഴിച്ചത് ഇവർ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ പിങ്കിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, എങ്ങോട്ടും പോകണ്ട, പിങ്കിക്ക് ഒരു കുഴപ്പമില്ല. പിങ്കി എന്നിട്ട് ഇവരിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു മാറി ഇങ്ങനെ നിൽക്കാം. അപ്പം നന്ദ പറഞ്ഞു, പിങ്കിക്ക് പനി ഉണ്ടായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ വയ്യാഴിക ഉണ്ടായിട്ടൊന്നുമല്ല, സാറിൻ്റെ കൂടെ പുറത്തേക്ക് വരാൻ കിട്ടിയ ഒരു അവസരം അത് മുതലെടുക്കാൻ നോക്കിയതാണ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് കയറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അത് ചീറ്റിപ്പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് സാറിൻ്റെ ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞ് നമ്മുടെ നന്ദ ഗൗതത്തിന് പറഞ്ഞു വിടുന്നു. അതിനുശേഷം നേരെ നന്ദ പിങ്കിക്കരിയിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട്, നിനക്ക് എന്തിൻ്റെ കേടാണെന്ന് ചോദിക്കുക. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രണയത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിലുള്ള ആ ഒരു ഇതിനൊന്നും ഞാൻ ഒരിക്കലും തടസ്സമല്ല എന്ന് പിങ്കിയോട് എന്നിട്ട് നന്ദ പറഞ്ഞു. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണുകളെ കെട്ടി ഇട്ടുകൊണ്ട് അവരെ എല്ലാവരെയും വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള പിങ്കിയുടെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, അതൊന്നും അത്ര നല്ലതല്ലെന്നും പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ പിങ്കി ഒന്നും മിണ്ടിയില്ല. കാരണം പിങ്കിക്കൊന്നും മിണ്ടാനില്ല. എന്നിട്ട് ഇവർ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ പിങ്കിയും നന്ദയും സംസാരിച്ചു. അത് കഴിഞ്ഞ് നന്ദ അങ്ങ് പോയി. അപ്പോഴും നമ്മുടെ പിങ്കി അവിടെ നിന്ന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. പിങ്കിക്ക് കരച്ചില. പിങ്കി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിനെല്ലാം മേലെ കയറി പരിപാടി അവതരിപ്പിക്കും. ആര്? നമ്മുടെ നന്ദ. അപ്പോൾ പിങ്കിക്ക് ഒന്നും ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. പിങ്കി ഇങ്ങനെ ആകെ ശ്വാസം മുട്ടി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് വീട്ടിലെല്ലാവരും പിങ്കി ഇപ്പം വിധവയ്ക്ക് തുല്യമായി അവിടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കൺസിഡറേഷൻ കൊടുക്കണതാണെന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന വല്യമ്മ അവിടെ വേഷം കെട്ടുകൾ ഒരുപാട് കാണിക്കുന്നത്. അങ്ങനെ ഇവർക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളിങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ നന്ദ ഒരു രീതിയിലും ഗൗതത്തിൻ്റെ ജീവിതത്തിലേക്ക് പിങ്കിയെ കൊണ്ടുവരില്ല, അല്ലെങ്കിൽ പിങ്കിക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും മേൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ആ വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം
നന്ദയോട് ഇവർക്ക് ഭയങ്കര കലിപ്പ്. അതായത് എങ്ങനെയെങ്കിലും നന്ദയെ അവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു ചിന്തയുമായിട്ട് ഈ അരുന്ധതിയൊക്കെ ഓരോന്ന് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഈ സമയത്താണ് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് തല പുകഞ്ഞിരിക്കുന്ന പിങ്കിക്കരികിലേക്ക് ഈ പവിത്ര ചെല്ലുന്നത്. പവിത്ര ചെന്നിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞു പിടിപ്പിക്കുക. പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ ഒരസിപ്പിക്കുക, അല്ലെങ്കിൽ അവർ തമ്മിൽ വഴക്കുണ്ടാക്കിക്കുക. ഇതൊക്കെ പവിത്രയ്ക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് പവിത്ര എന്ത് ചെയ്തു, പിങ്കിയെ ചെന്ന് കണ്ടിട്ട്, പിങ്കി, ഒരു കാരണവശാലും അവർ തമ്മിൽ സിങ്കായി നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പിങ്കി അനുവദിക്കരുത് കേട്ടോ. ഒരിക്കലും ഗൗതമേട്ടന് ചേരുന്ന ഒരു പെണ്ണല്ല നന്ദ. വെറും മന്ദബുദ്ധിയാന്നേ അവളിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വലിയ ആള് കളിക്കുന്നതേ പിങ്കിയെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടാ. അങ്ങനെ പിങ്കിയുടെ സ്ഥാനം അവൾക്കും താഴെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ പിങ്കി ഒരിക്കലും നന്ദയെ അംഗീകരിക്കരുത്, അല്ലെങ്കിൽ നന്ദയുടെ ഈ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ സമ്മതിച്ച് കൊടുക്കരുത്. അവൾ എല്ലാവരുടെയും മുന്നിൽ ഓവർ സ്മാർട്ട് ആവുകയാണ്. അവളുടെ ആ ഓവർ സ്മാർട്ട്നെസ് ഒക്കെ പിങ്കിയായിട്ട് തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിങ്കിയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച് കൊടുക്കുക. ഇവർ രണ്ടുപേരും കൂടെ തമ്മിൽ തല്ലി പിരിയുകയാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് പവിത്രയ്ക്ക്. അപ്പോൾ പവിത്ര ആ രീതിയിലൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നു പിങ്കിയോട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പിങ്കിക്ക് കുറച്ചുകൂടി വാശിയും വൈരാഗ്യമൊക്കെ കൂടുമെന്നുള്ള കാര്യം പവിത്രയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് പവിത്ര അമ്മാതിരി രീതിയിലൊക്കെ കിടന്ന് പരിശ്രമിക്കുന്നത്. അങ്ങനെ പവിത്രയുടെ വാക്ക് കേട്ട് പിങ്കി പലതും ചിന്തിച്ചു കൂട്ടുന്നു. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഗൗതം തനിക്കല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെയും സ്വന്തമാകില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇതേ വീണ്ടും വീണ്ടും നമ്മുടെ പിങ്കി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പിങ്കിയും അതുപോലെ ഇവരും ആ ഒരു മൊത്തത്തിൽ ആ വീട്ടിൽ മൊത്തത്തിൽ പ്രശ്നങ്ങളാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ മേൽ തൻ്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ പിങ്കിക്ക് കഴിയുന്നില്ല. കാരണം പിങ്കിയുടെ ഊണിലും ഉറക്കത്തിലും നടപ്പിലും എടുപ്പിലും എപ്പോഴും ഗൗതം 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 എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അർജുൻ എന്നുള്ളൊരു വാക്കു പോലും അവിടെ പിങ്കി സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ അർജുനെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കാൻ പോലുള്ള മനസ്സും ഈ പറയുന്ന പിങ്കി കാണിക്കുന്നില്ല. ആ നിമിഷം അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോകും. അത് പലപ്പോഴും നമ്മുടെ പ്രിയയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പ്രിയയ്ക്കൊക്കെ അന്നേരം ഈ പറയുന്നതിൽ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ സത്യങ്ങളുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അവരും ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങൾ. അങ്ങനെ ഓരോ ദിവസവും പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പിങ്കിയും അതുപോലെ നന്ദയും തമ്മിലുള്ള കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഗൗതം ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുന്നു. പക്ഷെ ഗൗതത്തിന് ഒരു തട്ട് തൂക്കം കൂടുതൽ നമ്മുടെ നന്ദയോട് തന്നെയാണ്. കാരണം നന്ദയെന്ന് പറയുന്ന പെൺകുട്ടി അത്ര പൊട്ടിയല്ലെന്നുള്ള കാര്യം ഇപ്പം കൃത്യമായിട്ട് നമ്മുടെ ഗൗതത്തിന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളും ഇതിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മുടെ കഥ ഇനിയും ഓരോ ദിവസങ്ങളും നല്ല അടിപൊളിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അർജുൻ ഒരു ദിവസം മടങ്ങി വരുമെന്ന് നമ്മുടെ ഗൗതം ഈ പറയുന്ന പിങ്കിയോട് കൃത്യമായിട്ട് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും പിങ്കിക്ക് ഒരു പേടിയായി. ഇനി അവനെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ഉള്ള സ്വാതന്ത്ര്യം കൂടി പോകുമല്ലോ എന്നുള്ളൊരു പേടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മുടെ കഥ ഇനിയും മുന്നോട്ട് ഇഷ്ടം പോലെ വരാനുണ്ട്. എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ടേക്ക് കെയർ. ഹാപ്പി സൺഡേ.